ട്രേഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ആ ട്രേഡ് SL ആയിട്ടോ. ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇറങ്ങാൻ കേട്ടോ. വേണ്ട ഫുള്ളല്ലേ. അയ്യോ ഒന്നും പറയണ്ട കാശ്, ഒന്നും പറയണ്ട. ഏകദേശം എല്ലാ പരിപാടിയും കമ്പ്യൂട്ടറിലും ചെക്ക് ചെയ്ത് കുഴപ്പമില്ല. നമ്മളെ ഇൻലെറ്റും ഓക്കെയാണ്. എൻ്റെ ബേസിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറങ്ങാൻ ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം. യെസ്, ഫുഡ് കഴിക്കേണ്ട പ്ലാനിങ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. കറി ഉണ്ടാക്കാനുള്ളത് റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കംപ്രസറിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ തണുപ്പിക്കണത്. ആ ഇനി ഇത് അകത്തൊന്ന് ഓഫ് ചെയ്യണം. ഇനി കുഞ്ഞൊരു 2 മണിക്കൂറും കഴിയട്ട്. ഇപ്പോൾ പോയ സെക്യൂരിറ്റീനെ വെറുതെ ശല്യപ്പെടുത്തണേ. എവിടേക്കേണ്ട പ്ലാനിങ് എടുത്തു കേട്ടോ. കജൂർ കയറി അടുത്തതാ, കൈ ചെറുതായിട്ടൊന്ന് പോറി. ഡ്യൂട്ടി കയറണം കേട്ടോ. ഇതിൽ ചെടിയൊന്നും നോക്കണില്ല. ടൈമായി ഇതിൻ്റെ മണ്ടേ കയറി എടുത്തോണ്ടേ ടൈമായി. ഇനി പോയി ഒന്ന് എസ്കിബിറ്റി നോക്കണം. കോൾ വന്നു, മിസ് കോൾ അടിച്ച്. കുഴപ്പമില്ല കേട്ടോ. അവിടെ ഓക്കെയാണ്. സൈഫ് ഒന്ന് കൺട്രോൾ ചെയ്യാണ്ട് ആദ്യം അത് പോയി ഇനിഷ്യേറ്റം. സൈഫ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻലെറ്റ് പോയപ്പോൾ ഇൻലെറ്റ് കുറേ കെട്ടി. അയ്യോ പോകേണ്ട പ്ലാൻ. ഷോപ്പിൽ വന്നതാ. ഓരോന്ന് കേട്ടാ. CDM വർക്ക് ആവണില്ല. ഫുഡ് കഴിക്കേണ്ട പ്ലാനിങ് കേട്ടോ. പടം വരച്ച് നോക്കുക കേട്ടാ. വന്നില്ല. അനാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത ട്രെഡിന് വേണ്ടി. നോക്കട്ടെ. ഞാൻ സെല്ല് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. താഴോട്ട് വീഴുന്ന മാർക്കിൽ എങ്ങനെ ഞാൻ ബൈ ചെയ്യും? കോൺഫിഡൻസ് ഇല്ലേ? അല്ല, താഴോട്ട് ഡൗൺ ട്രെൻഡിലുള്ള മാർക്കിലാണ് എങ്ങനെ ബൈ ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ ബൈ ചെയ്യാത്തത്. ഞാൻ മാർക്ക് എടുത്തൊന്ന് തന്നെയാണ് ബൈ പോയത്. ഞാൻ അവിടെ മാർക്ക് ചെയ്യേണ്ട അടുത്തൊന്ന് സെല്ലിൻ്റെ പ്ലാൻ ഇട്ടതായിരുന്നു. ഇവിടെ തൊട്ട് ഞാൻ സെല്ലിൻ്റെ പ്ലാൻ ഇട്ടതാണ്. ഇതിൻ്റെ താഴെ വന്നു. പക്ഷേ എന്നാൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തൊരു ഇത് എടുക്കായിരുന്നു, ബൈ എടുക്കായിരുന്നു. എല്ലായിടും ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. ക്ലോറിനേഷൻ്റെ ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. അടുത്ത ഇന്നത്തെ ദിവസത്തിൽ രാവിലെ ഉറക്കെ എണീറ്റ് ഡ്യൂട്ടിക്ക് കയറി. ഇന്ന് കടയിൽ പോകണമായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ളവന് ബാങ്കിൽ നിന്ന് പോയി നാട്ടിൽ പൈസ അയച്ചു കൊടുക്കാനാണ്. അങ്ങനെ പോയതാ. പിന്നെ വന്ന് കമ്പ്യൂട്ടറിൽ നോക്കി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം. കമ്പ്യൂട്ടർ ബേസിൽ വേറെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അനാലിസിസ് ഇരിക്കുക. അനാലിസിസ് ഇവിടെ നിന്നൊരു ഇനി എൻ്റെ ഒരു 1:4 വരെ കിട്ടുമായിരുന്നു. ഇനി എടുത്തിരുന്നേ ഒരു 80% വരെ കിട്ടുമായിരുന്നു. കുഴപ്പമില്ല. ഞാൻ ആൾറെഡി അത് സെൽസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് കിട്ടാത്തത്. മാർക്ക് ചെയ്ത് സെല്ല് മാത്രം നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. അതിൽ കിട്ടാത്തത്. അതെന്ന് വെച്ചാൽ 2 സൈഡിൽ ഇനി തല അങ്ങോട്ട് ഓടണില്ല. കിട്ടിയ ഇപ്പം അങ്ങനത്തെ ഒരു രീതിയെ തല വീണ്ടും പോച്ചെടുക്കുന്നു. ഇനി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മേളിൽ പോയ ബൈയും സെല്ല്. പക്ഷെ ഞാൻ ആദ്യമേ സെല്ലിങ് മാർക്കറ്റിൽ നോക്കിക്കൊണ്ട് ആദ്യമേ ആൾറെഡി സെല്ല് എന്നൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. പിന്നെ അടുത്തുള്ള എഡിറ്റിങ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാനില്ല. എഡിറ്റിങ് അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.